ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബാലി എയർപോർട്ടിൽ ചെക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് ഞങ്ങൾ ഡ്രൈവറൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ കാറിൽ കയറി. We liked you very much. So we'll show there in India. Oh, good, Mr. Arjun. Mr. Arjun. Yeah. In Bali, many activity. Are they married? 2 boy. Oh, great. 2 boy. This is, What old? How old? the first 15. Oh. And second different one half. Oh, Yeah. okay. അങ്ങനെ ബാലിയിൽ എത്തിയ ദിവസം തന്നെ നേരെ കേക്കാക് ഡാൻസ് കാണാൻ പോവുകയാണ്. ഉലുവാഡ് ടെമ്പിളാണ് കേക്കാക് ഡാൻസ് ഉള്ളത്. ഇന്ന് റെസ്റ്റ് ഒന്നുമില്ല, ഫുൾ എക്സ്പ്ലോറിങ് ഓൺലി. ഇത് ഈ ഒരു റൂട്ട് നമ്മൾ കാലിക്കറ്റിലൊരു നമ്മുടെ എസൻ സ്ട്രീറ്റിലെ ഒരു ഷോർട്ട് കട്ട് പോലുള്ള അങ്ങനത്തെ ഒരു റോഡ് ലാൻഡ്സ്കേപ്പ് ഒക്കെ നമ്മൾ കേരളം മാതിരി തന്നെയാണ്. ഈ ഒരു റോഡിൻ്റെ കാര്യമാണോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, റോഡ് വ്യൂവിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് നേരം അവിടുത്തെ ചെക്കിംഗ് പ്രോസസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ ഉലുവാഡ് പോവാം. ഇന്ന് റെസ്റ്റ് ഒന്നുമില്ല, കാരണം റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല. ആകെ നാല് ഡേ ഉള്ളൂ. 4 ഡേ 5 നൈറ്റാണ്. അപ്പം ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. നമ്മളെ ഉലുവാഡ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഫേമസ്, നമ്മളെ നാട്ടിലെ കേരളത്തിലെ തെറ പോലത്തെ വേറൊരു ഫെസ്റ്റിവൽ അവിടെ നടക്കും, കേക്കാക് ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമുക്ക് കിട്ടിയൊരു ആളുണ്ട്, നമ്മളെ ഡ്രൈവർ ആൻഡ് ഗൈഡാണ്. ആള് ഒരു അടാറ് മനുഷ്യനാണ് കേട്ടോ. ഇവർ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ നോക്കുന്നുണ്ട്. ഇവർക്ക് ലാംഗ്വേജ് കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും ഇവരെന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് മനസ്സിലാവും, നമ്മൾ പറയുന്നത് ഇവരും കുറച്ച് മനസ്സിലാവും. അങ്ങനെ ആയാലും കറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആവും. ഇവിടെ ആട്ടോ നമ്മൾ പറഞ്ഞ ഡാൻസ് നടക്കുന്നത്. നമ്മളെ തെറ പോലത്തെ സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒച്ചപ്പാടെല്ലാം കേൾക്കാം. നമ്മളോട് എത്താൻ ലേറ്റ് ആയിപ്പോയി, എന്നാലും നമ്മളെ നോമാൻ എങ്ങനെയൊക്കെ ടിക്കറ്റൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി മച്ച സെറ്റാക്കിയിട്ടുണ്ടല്ലോ. ഈ വരാൻ പോകുന്ന ഈ ഒരു കേക്ക് ഡാൻസ് നിങ്ങൾ ഫുൾ ഇരുന്ന് കാണണം കേട്ടോ. ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്, പക്ഷേ നിങ്ങൾ ഫുള്ള് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ ഇന്ത്യൻ്റെ ഹിന്ദുസിൻ്റെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം. എല്ലാവർക്കും മനസ്സിലാവും, ഇത് കണ്ടാൽ മനസ്സിലാവും, പക്ഷേ നിങ്ങൾ ഫുള്ളിരുന്ന് കാണണം. അടിപൊളി സംഭവം കേട്ടോ. ആ വട്ടത്തിലേക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ ഇപ്പോൾ ചാടി വരുന്ന കുരങ്ങൻ, അതൊക്കെ കുറച്ച് ക്യാരക്ടേഴ്സ് കേട്ടോ. നമ്മളെ ഈ ഇന്ത്യയിലെ ഹിന്ദുസിൻ്റെ പുരാണമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സാണ്. അത് നിങ്ങൾക്ക് കത്തിയിട്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങോട്ട് വരട്ടെ. എടുക്കണേ.
നല്ല തെയ്യം തന്നെ അല്ലേ? ഞാനത് തെയ്യം പോലെ ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ അറിയുമോ, ഒരു ആക്ടിങ് ഒക്കെ സിമിലർ കൈൻഡ് ഓഫ് തെയ്യം തിറ അതുപോലെ തന്നെയാണ്. വേഷവിധാനങ്ങൾ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ അല്ലേ? ശരിയല്ലേ? ബാക്കിയൊക്കെ നമ്മുടെ നാട്ടിലെ ഇതായിട്ട് അതായത് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എവിടേക്കോ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്, ആ നിലത്തിരുത്തിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹനുമാൻ. ഹനുമാൻ്റെ രൂപസാദൃശ്യമൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ ഒരു കുരങ്ങൻ, ഒരു ഹനുമാനെ പോലെ ഒരു ജിംബോഡിയോ അല്ലെങ്കിൽ ഗത പിടിച്ചിട്ടുള്ള ഒരു ഹനുമാനോ നമ്മളെ പുരാണങ്ങളിൽ കണ്ടുമാരുന്ന ഒരു ഹനുമാനല്ല ശരിക്കും. അവിടെ ഒരു കൊമ്പോ എന്തൊക്കെ തലയിൽ വെച്ചിട്ടുണ്ട് തോന്നുന്നത്. ചിലപ്പോൾ ആ കലയായിട്ട്, അവിടുത്തെ കലയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കും ആ കലയ്ക്ക് കുറച്ചുകൂടെ ഭംഗിയാകാൻ. ശരിക്കും അവിടെ ഹനുമാനും രാവണനൊക്കെ ഉള്ളതാണ്. നല്ല രസമുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ.
രാവണ ശ്രീരാമ ഇതൊക്കെയാണ് എനിക്ക് ബാലിയിൽ ഇന്തോനേഷ്യനൊക്കെ പിടിച്ചു വന്നു കേട്ടോ. ആ തൊപ്പിട്ട മനുഷ്യരെ കണ്ടെങ്കിൽ എന്തോ നിവേദ്യം എന്തോ കൊടുക്കുന്നത് എല്ലാവർക്കും. ഇവിടെ ഞാൻ വന്നത് തൊട്ട് കാണുക ജാതി മത ഭേദമന്യേ ഭയങ്കര എല്ലാവരും തമ്മിൽ നല്ല പൊരുത്താണ്. ഇവിടെ ഒത്തൊരുമയാണ്. ഇവിടെ നിങ്ങൾക്ക് തട്ടട്ട മുസ്ലിംസിനെ കാണാം, ക്രിസ്ത്യൻസിനെ കാണാം, ഇവിടെ ഇന്ത്യവരെ കാണാം, സിഖ് മതക്കാരെ കാണാം. എല്ലാവരും ഒത്തുകൂടിയിരിക്കാം. ഇവിടെ ഒരു കൾച്ചർ കാണാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയിരിക്കാം. ഇവിടെ നടക്കുന്നത് രാമായണം കേട്ടോ. നമ്മളെ ഇന്ത്യയിലുള്ളതിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. അതും എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ആ രാമായണത്തിന് ആ കഥയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ നല്ല രസമുണ്ട്. നമ്മളെ നാട്ടിൽ രാമായണം നമ്മളെ കേരളത്തിൽ കഥകളിയിലും അതുപോലെ തന്നെ ചാക്യാർകൂത്തിലൊക്കെ പലപ്പോഴും നമുക്ക് ഓരോ രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറെ രീതിയിൽ കാണിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത ഒന്നല്ലേ, നല്ല വിശപ്പുണ്ട്. നമ്മൾ നേരെ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് എടുക്കാൻ പറഞ്ഞു. മൂപ്പർ എടുത്തതോ നല്ല ലൈവ് സീ ഫുഡ് കിട്ടുന്ന സ്ഥലവും. അങ്ങനെ ഇവിടെ പോയപ്പോൾ കൊഞ്ചുണ്ടായിരുന്നു, നല്ല സ്ക്വിഡ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ സീ ഫുഡ്സ് ഉണ്ട് കേട്ടോ. ഫുള്ള് ലൈവാണ്. ഞാൻ മെയിനായിട്ട് ഇവരോട് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് എടുക്കാൻ പറഞ്ഞത് ഈ സ്ക്വിഡൊന്നും ട്രൈ ചെയ്യാനല്ല കേട്ടോ. നല്ല അടിപൊളി എനിക്ക് ഓയിസ്റ്റർ നല്ല പച്ചക്ക് കുറച്ച് സോസൊക്കെ വെച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അത് മുകളോട് സെറ്റാക്കി തരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഉള്ളിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു നോക്കി. അപ്പം ഇവിടെ എന്തോ ഒരു ഓർക്കസ്ട്ര മാതിരി നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ ബാലീസിൻ്റെ ഏതോ സോങ്ങാണ്. നല്ല രസമുണ്ട് കേട്ടിരിക്കുക. നല്ല ലൈവ് ഷോ കേട്ടോ. കുറേ ഗിറ്റാറിസ്റ്റൊക്കെ വന്ന് നല്ല പ്ലേ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ലോബ്സ്റ്റർ കേട്ടോ. അപ്പം അങ്ങോട്ട് പൊരിച്ചാൽ നമുക്ക് അങ്ങനെ കടപ്പുറത്തേക്ക് നോക്കി തിരയൊക്കെ എണ്ണി നമ്മളെ സ്ക്വിഡൊക്കെ വന്ന്, അതുപോലെ തന്നെ ലോബ്സ്റ്ററില്ല നമ്മളെ ഇത് വന്ന് എന്താ പറയുക ഓയിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഓയിസ്റ്റർ പിന്നെ അതെന്തൊക്കെ വെച്ചാൽ അവരുടെ ടൈപ്പ് ചട്നിയൊക്കെ ഉണ്ടാവും. ചട്നി നമ്മുടെ നാട്ടിൽ ചോറും കറിയും ചീരയൊക്കെ തന്നെ ഇവിടെ കിട്ടുക. പിന്നെ ഒരു വലിയൊരു പൊരിച്ച മീനിനും പ്രോംഫിറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ നമ്മളെ ഗ്രാൻഡ് ലിവിയോ ഹോട്ടലിലെത്തി. കുട്ടികളാണ് സ്ഥലം. അവിടെ ഇത് 3 സ്റ്റാർ ഹോട്ടൽ കേട്ടോ. അപ്പോൾ രാത്രി ശരിക്കും പറഞ്ഞാൽ 12 മണിക്ക് നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അവിടെ 3 മണിക്ക് ചെക്ക് ഇൻ ടൈം പറഞ്ഞത്. നേരെ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് പോകണമെന്നാണ് വിട്ടതാണല്ലോ. പിന്നെ ഇവിടെ രാത്രി 12 മണിയോ 1 മണിയായിട്ടാണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തത്. നമ്മൾ അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പാണ്, റിസപ്ഷൻ ഏരിയയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ നന്നായിട്ട് റിസപ്ഷനൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോയി കിടന്നുറങ്ങട്ടെ. ഡേ 2 വീഡിയോ നിങ്ങളെ ഉടനെ കാണിക്കുന്നതായിരിക്കും. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ. വീഡിയോ ഇഷ്ടപ്പെട്ട ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കോ. താങ്ക് യു.